രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം വലിയ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ സംവാദങ്ങൾക്കും വഴിയൊരുക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിലൂടെ സതീശന് നേരിട്ട് കൊടുക്കാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന തിരിച്ചറിവിലാണ് വിദേശ ഫണ്ട് സ്വീകരണത്തിലെ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസിയെ രംഗത്തിറക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ഉപജീവന മാർഗം ഇല്ലാതായവർക്കും വേണ്ടി വി.ഡി. സതീശൻ മുൻകൈയെടുത്ത് വിഭാവനം ചെയ്ത പദ്ധതിയാണ് പുനർജനി. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ നിന്നും യൂറോപ്പിൽ നിന്നും വൻതോതിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശത്തു നിന്നും പണം സ്വരൂപിച്ചുവെന്നും ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വി.ഡി. സതീശന്റെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വിദേശ പണം നേരിട്ട് വന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ സതീശൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതും അവിടെ പ്രസംഗിച്ചതും വഴി ഒരു പ്രത്യേക സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. സതീശനെ നേരിട്ട് പ്രതി ചേർക്കുന്നതിന് പകരം മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയെ ലക്ഷ്യം വെച്ചാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ചെയർമാൻ അമീർ അഹമ്മദും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുനർജനി പദ്ധതിയുടെ കാലയളവായ 2018 മുതൽ 2022 വരെയുള്ള സമയത്ത് ഈ ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് ഏകദേശം 1,22,23,152 രൂപ വിദേശത്ത് നിന്നും എത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. UK-യിലെ ബർമിംഗ്ഹാമിൽ സതീശൻ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വിജിലൻസ് പരിശോധിച്ചിരുന്നു. പ്രളയബാധിതർക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് മണപ്പാട്ട ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയത്. എന്നാൽ ഈ പണം സ്വീകരിച്ചതിൽ FCRA നിയമത്തിലെ റൂൾ 19 ലംഘിക്കപ്പെട്ടുവെന്നാണ് വിജിലൻസിന്റെ നിഗമനം. വിദേശ ഫണ്ട് സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ രേഖകളോ റെക്കോർഡുകളോ ഫൗണ്ടേഷൻ സൂക്ഷിച്ചിട്ടില്ലെന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകപ്പെട്ട രേഖകളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ സംസ്ഥാന വിജിലൻസിന്റെ പരിധിയിൽ വരുന്നതല്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നിയമമായതിനാൽ ഇതിൽ അന്വേഷണം നടത്താൻ CBIക്കോ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനോ മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് ഈ കേസ് CBIക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തത്. സതീശനെ നേരിട്ട് പ്രതി ചേർക്കാതെ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയുള്ള കേസിൽ സതീശനെ ഒരു കക്ഷിയായോ ഗൂഢാലോചനയിലെ പങ്കാളിയായോ ഉൾപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയെന്ന വാർത്തകൾ സർക്കാർ കർശനമായി നിഷേധിക്കുന്നുണ്ട്. സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമാണ് വിജിലൻസ് അറിയിച്ചത്. ഇത് സതീശൻ നിരപരാധിയാണെന്നതിന് തെളിവല്ലെന്നും മറിച്ച് ഫണ്ട് വഴിതിരിച്ചു വിട്ടതിന്റെ തെളിവുകൾ മറ്റ് അക്കൗണ്ടുകളിലാണെന്നുമാണ് സർക്കാർ വാദം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിദേശത്ത് നിന്നും അനധികൃതമായി പണം സമാഹരിച്ചു എന്നത് ഗൗരവകരമായ അഴിമതിയുടെ പരിധിയിൽ വരുമെന്നും അന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. തനിക്കെതിരെയുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. പുനർജനി പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകളും നൽകിയ സഹായങ്ങളും സുതാര്യമാണെന്നും ഇതിൽ 1 രൂപയുടെ പോലും ക്രമക്കേട് നടന്നിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ നീക്കം പരാജയപ്പെടുമെന്നും കോടതിയിൽ ഇത് നിലനിൽക്കില്ലെന്നും പ്രതിപക്ഷം വിശ്വസിക്കുന്നു. കള്ളക്കേസുമായി മുന്നോട്ട് പോയാൽ അത് കോടതിയിൽ നിന്നും സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മുൻപും പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സർക്കാർ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പലതും കോടതിയിൽ പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും കേന്ദ്ര ഏജൻസിയായ CBI കേസ് ഏറ്റെടുത്താൽ അത് സതീശന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയുടെ ഭാഗമാണോ ഈ നീക്കം എന്ന സംശയവും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നിരയിലെ കരുത്തനായ നേതാവിനെ തളയ്ക്കുക എന്നത് ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ CBI അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കുന്നത് സർക്കാരിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. സതീശനെ ഒരു രക്തസാക്ഷിയായി ചിത്രീകരിക്കാൻ ഇത് പ്രതിപക്ഷത്തിന് അവസരം നൽകും. മറുഭാഗത്ത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ തെളിയിക്കപ്പെട്ടാൽ സതീശനും അതിൽ മറുപടി പറയേണ്ടി വരും. ഒരു ജനപ്രതിനിധി വിദേശത്ത് പോയി ഫണ്ട് സമാഹരിക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരും. വി.ഡി. സതീശനെതിരെയുള്ള പുനർജനി കേസ് കേവലം ഒരു അഴിമതി ആരോപണമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ സൂചനയാണ്. മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയുള്ള CBI അന്വേഷണ നീക്കം സതീശനെ പ്രതിരോധത്തിലാക്കുമോ അതോ സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നത് വരും ദിവസങ്ങളിലെ കോടതി നടപടികളെയും CBIയുടെ നിലപാടിനെയും ആശ്രയിച്ചിരിക്കും. FCRA ലംഘനം എന്ന സാങ്കേതിക വശം ഉയർത്തിപ്പിടിച്ച് സതീശനെ പൂട്ടാനുള്ള സർക്കാരിന്റെ അവസാനവട്ട ശ്രമമാണിത്.